ചോദ്യം ഇതാണ്, സാറ് ഒരുപാട് ജഡ്ജ്മെൻറ്റുകൾ എടുത്തിട്ടുണ്ടാവും. അപ്പം സാർ എടുത്ത ജഡ്ജ്മെൻറ്റുകളിൽ ഏതെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് എടുത്ത തീരുമാനം നിയമപരമായിട്ട് സാധ്യതയുള്ളതായിരിക്കും. പക്ഷേ സാറിൻ്റെ പേഴ്സണൽ എത്തിക്സിന് നിയമപരമായിട്ട് അക്കോർഡിംഗ് ടു ദ ലോ സാർ ആ ജഡ്ജ്മെൻറ്റ് പറയും. പക്ഷേ സാറിൻ്റെ പേഴ്സണൽ എത്തിക്സിന് പേഴ്സണലായിട്ട് സാറിൻ്റെ എത്തിക്സിനോട് അല്ലെങ്കിൽ ഒരു തലച്ചോറും ഹൃദയവും തമ്മിലുള്ള ഒരു സംഘർഷമൊക്കെ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് സാറിന് ഉണ്ടായിട്ടുണ്ടോ? എത്തിക്കൽ ഡിലേമ വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ സാറിന് ഉണ്ടായിട്ടുണ്ടോ? പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് മോളെ, പല പ്രാവശ്യം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നിയമം അനുസരിച്ച് ഒരാളെ കുറ്റക്കാരനാണെന്ന് നമ്മൾ കാണും. കാരണം ആ കേസ് നടത്തേണ്ട ഒരു വക്കീലാണ് അയാളുടെ. ഇപ്പോൾ ഈ ഒരു കൊലപാതക കേസെന്നിരിക്കട്ടെ, ഒരു കൊലക്കേസ്, അതിനകത്ത് അത് കൊലപാതകമാണോ അതോ ഒരു കൾപ്പബിൾ ഹോമിസൈഡ്, വെറും നരഹത്യ, അതായത് കൊലപാതകമാകാത്ത നരഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ എല്ലാ കൊലപാതകങ്ങളും, നമ്മൾ ഈ കൊലപാതകം എന്ന് പറയുമ്പോൾ ഒരാളെ വധിക്കുന്നു, ഒരാളെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഒരാളുടെ ഒരു പ്രവൃത്തി മൂലം ഒരാൾ മരിക്കുന്നു, അതിനെല്ലാം നമ്മൾ കൊലപാതകം എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത് കൊലപാതകമാകാത്ത നരഹത്യയാവും. അതാണ് മർഡർ ആൻഡ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്ന് നമ്മൾ പറയുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഞാണിമ്യക്കളിയായത് കേട്ടോ. അപ്പോൾ അത് ഈ അഭിഭാഷകൻ ആ കേസ് പലപ്പോഴും നടത്തുമ്പോൾ അവർക്കെല്ലാം ഒരു ധാരണയാണ്, ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ എന്താണ് ഇതിനകത്ത് കുഴപ്പം വരുമല്ലോ, അതുകൊണ്ട് അതങ്ങ് മറച്ചു വെച്ചിട്ട് അയാൾക്ക് വേണ്ടി കേസ് അങ്ങ് നടത്തും. പക്ഷേ അത് നമ്മൾ കാണുമ്പോഴേ നമുക്കറിയാം ഇത് പ്രശ്നമാണ്, ഇത് കള്ളത്തരമായി പറയുന്നതെന്നറിയാം. അവസാനം ഇയാളെ കൊലക്കേസിന്, അതായത് കൊലക്കുറ്റത്തിന് കുറ്റക്കാരനാണെന്ന് കാണും, കൺവിക്റ്റ് ചെയ്യും. 302 കൺവിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇയാളെ ഒരു ക്വസ്റ്റ്യൻ ഓഫ് സെൻറ്റൻസ് എന്നുണ്ട്. അയാൾ പറയുന്ന കാര്യങ്ങൾ, ഈ ശിക്ഷയെക്കുറിച്ച് അയാൾക്ക് പറയാനുള്ളത് കേൾക്കണം. അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഞെട്ടിപ്പോകും. ഞെട്ടിപ്പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതേ കാര്യം ഈ വക്കീലൊന്ന് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ നേരത്തെ, ഒരു കാരണവശാലും ഇത് 302 പോകത്തില്ല, 304 പോകും. അതായത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്നുള്ളതിൻ്റെ സെൻറ്റൻസിലേക്ക് പോകും. അതിന് വളരെ ശിക്ഷ കുറവാണ്. മറ്റേത് ജീവപര്യന്തം, ഒന്നീ ഡെത്ത് അല്ലെങ്കിൽ ജീവപര്യന്തം, ഇത് വേണം. മറ്റേതാകുമ്പോൾ അത്രയൊന്നും ശിക്ഷയില്ല, ആ രീതിയിലേക്ക് പോകും. അപ്പോൾ ഇത് പറയുന്നത്, അവന് ഈ പറയേണ്ട കാര്യം എന്തെന്നറിയോ, ഇത് അവൻ്റെ വക്കീൽ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ കണ്ടേക്കുന്ന ഒരു 10-20 കേസെങ്കിലും കാണും. അത് വളരെ സങ്കടം തോന്നും നമുക്ക്. കാരണം ന്യായമായ ഒരു കാര്യമാണ് അവൻ പറയുന്നത്. ഇപ്പോൾ എന്തെന്നറിയോ, ഇപ്പോൾ സഡൻ ആൻഡ് ഗ്രേവ് പ്രൊവോക്കേഷൻ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അയാളെ പെട്ടെന്ന് ഒരാളെ പ്രകോപിപ്പിക്കുക, അതുമൂലം അയാളൊരു കുറ്റം ചെയ്യാനിടയാവുക എന്നിരിക്കട്ടെ. ഒരു കൊലപാതകം തന്നെ, ഒരുത്തനെ കൊലപാതകം നടത്തുന്നു. അപ്പോൾ ഒരുത്തനെ അത്ര മോശമായിട്ട് പറയുന്ന, അവൻ്റെ അച്ഛനെയോ അമ്മയോ എങ്ങാനും കുറിച്ചെങ്ങാനും ഇതുപോലെ അങ്ങോട്ട് പറഞ്ഞു, അവൻ കൈയിരുന്ന് പിച്ചാത്തി എടുത്ത ഒരൊറ്റ കുത്ത് ചത്തുപോയി ഇരിക്കട്ടെ. സാധാരണ അതൊരു കൊലക്കേസാണെന്ന് പറയും. പക്ഷേ സഡൻ ആൻഡ് ഗ്രേവ് പ്രൊവോക്കേഷൻ, ഇവൻ പ്രൊവോക്ക് ചെയ്തതായിരിക്കരുത്, മറ്റവൻ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് ഇവൻ പ്രൊവോക്ഡായി കൊല്ലണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അബൌട്ടിങ് ടു മർഡർ ആവും. അപ്പോൾ ഇത് പുറത്ത് പറയത്തില്ല. എന്താ ഇവൻ കുത്തിയെന്നേ പറയത്തില്ല, ടോട്ടൽ ഡിനയിലങ്ങ് എടുക്കും. ഇതങ്ങ് സമ്മതിച്ചു പോയിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ല. അതിനു മുമ്പ് ഞാൻ ഈ വഴിയേ പോയിട്ടില്ല, ഞാൻ അവിടെ കണ്ടിട്ടില്ല, അവനെ എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അതെല്ലാം തെളിവിന് എതിരായിട്ട് മാറുമ്പോൾ 302 ശിക്ഷിക്കേണ്ടതായിട്ട് വരും. ഇവനെ അവസാനം ഈ ശിക്ഷയെക്കുറിച്ച് ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് പറയും, എന്നെ ഇങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് അതെനിക്ക് സഹിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാനിടയെന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം വരും. കാരണം അവന് കിട്ടേണ്ട ആ പരിഗണന ഉണ്ടല്ലോ, അത് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇനി സഡൻ ആൻഡ് ഗ്രേവ് പ്രൊവോക്കേഷൻ പറഞ്ഞതുകൊണ്ട് ഒരു സംഭവം കൂടെ പറഞ്ഞു തരാം നിങ്ങൾക്ക്. നിങ്ങൾ നാനാവതി മർഡർ കേസ് എന്ന് പറഞ്ഞൊരു വലിയൊരു മർഡർ കേസ് ഉണ്ടായിട്ടുണ്ട്. നാനാവതി, അത് അഹൂജ മർഡർ കേസാണ്. നാനാവതി എന്ന് പറയുന്ന പ്രതിയാണ്. ഇന്ത്യൻ നേവിയിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നു ഈ നാനാവതി. നാനാവതിയുടെ ഭാര്യ സിൽവിയ, അയാൾക്ക് 3 മക്കളുമുണ്ട്. സിൽവിയ വളരെ അതിസുന്ദരിയാണ്. ഈ സിൽവിയയുടെ ഒരു ജാരബന്ധം ഉണ്ടായിരുന്നതാണ് ഈ അഹൂജ എന്ന് പറയുന്നവന്. ഇയാളില്ലാത്തപ്പോഴൊക്കെ ഇവളുമായിട്ട് അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങും, അവർ തമ്മിലുള്ള ബന്ധമുണ്ട്. അങ്ങനെ ഈ സ്ത്രീക്ക് ഇയാളുമായിട്ട് വലിയ ഇഷ്ടമൊന്നുമില്ല, ഈ നാനാവതിയായിട്ട്. പിന്നെ അങ്ങനെ വന്നപ്പോൾ
അയാൾ അവസാനം അന്വേഷിച്ച് തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം അയാൾ അവിടെ അയാൾ അഹമ്മദാബാദിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഓഫീസിൽ പോയിട്ട് റിവോൾവറും എടുത്തുകൊണ്ട്, അതാണ് പ്രശ്നം, അവിടെ എഴുതി വെച്ചു, റിവോൾവർ കൊണ്ടുപോകുന്നതായിട്ട് എഴുതി, അങ്ങനെ എഴുതാണ് അവർക്ക് മൂവ് ചെയ്യുമ്പോൾ അത് എടുത്തുകൊണ്ട് നേരെ വന്നത് അന്വേഷിച്ചപ്പോൾ യവനെ എവിടെയും കൊണ്ട് സിനിമയ്ക്ക് പോയേക്കാണ്. നേരെ അവിടെ ബോംബെയിലെ സിനിമ ഹാളിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യവനെ അവൾ അതിനകത്തുണ്ട്. അതിനകത്ത് യവൻ്റെ അടുത്ത് കണ്ട ഉടനെ ഈ അഹൂജ അങ്ങോട്ട് ചോദിക്കുകയാണ്, ആർ യു പ്രിപ്പയർഡ്, നാനാവധി അങ്ങോട്ട് ചോദിക്കുകയാണ് ഈ അഹൂജ എടുത്ത്, ആർ യു പ്രിപ്പയർഡ് ടു മാരി സിൽവിയ ആൻഡ് ലുക്ക് ആഫ്റ്റർ മൈ 3 children? ഇതാണ് ചോദ്യം. അതായത് നീ സിൽവിയയെ കല്യാണം കഴിക്കാനും എൻ്റെ 3 മക്കളെ സംരക്ഷിക്കാനും തയ്യാറാണോ എന്ന് ചോദിച്ചു. ഉടനെ അവൻ്റെ മറുപടി എന്താണെന്നറിയോ? ആം ഐ ടു മാരി എവറി ലേഡി ടു ഹും ഐ സ്ലെപ്റ്റ് വിത്ത് എന്നാണ്. ഞാൻ ആരോടെ ഉറങ്ങിയാലും അവളെയൊക്കെ ഞാൻ കല്യാണം കഴിക്കണോ എന്ന് ചോദിച്ചു. വെടിവെച്ചും കൊന്നു. അപ്പോൾ അതിനകത്ത് ഈ സഡൻ ആൻഡ് ഗ്രേവ് പ്രൊവോക്കേഷൻ ക്ലാസ് എടുത്തപ്പോൾ കോടതി പറഞ്ഞു, ഈ പ്രൊവോക്കേഷൻ അഹൂജയുടെ നിന്ന് വന്നതല്ല, ഇയാൾ ഈ ചോദിച്ച ചോദ്യത്തിന് അവൻ മറുപടി പറഞ്ഞതാണ്. അതുകൊണ്ട് ഇത് സഡൻ ആൻഡ് ഗ്രേവ് പ്രൊവോക്കേഷൻ ആകത്തില്ല എന്ന് പറഞ്ഞു. അയാളെ തൂക്കം വിധിച്ചതാണ് ആ കേസിനകത്ത്. അപ്പോൾ അയാളുടെ കഷ്ടം നോക്കിക്കൊള്ളണം. തൂക്കം വിധിച്ചപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നറിയോ? ഇതിന് വേണ്ടി ബോംബെ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി, അപ്പീൽ തള്ളി, അതിന് വേണ്ടി സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി, അതിൻ്റെ ഇടയിൽ തന്നെ ഇയാൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഗവർണർക്ക് പാർഡനിങ് പവർ എക്സർസൈസ് ചെയ്യാനുണ്ട്, ഗവർണർക്കും പ്രസിഡന്റിനെ എക്സർസൈസ് ചെയ്യാം. ഗവർണർക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. ഗവർണർ ഇതിൽ പരിഗണിച്ചിട്ടുണ്ടല്ലോ. ഗവർണർ ഈ പാർഡൻ എക്സർസൈസ് ഇത് അയാളുടെ തൂക്കിക്കൊല്ല ജീവപര്യന്തമാക്കി കുറച്ച് കൊടുത്തു. പക്ഷേ ഈ സുപ്രീം കോടതിയിൽ അപ്പീൽ കിടക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതി ഒരു സ്റ്റാൻഡ് എടുത്തു, ഇയാളെ, അതായത് സുപ്രീം കോടതിയിൽ അപ്പീൽ കിടക്കുമ്പോൾ ഗവർണർക്ക് പാർഡനിങ് പവർ എക്സർസൈസ് ചെയ്യാൻ പവറില്ല എന്ന്. അതോടുകൂടി സുപ്രീം കോടതി ഇത് കഴിഞ്ഞ് തൂക്കിക്കൊല ശരിവെച്ചു, വീണ്ടും വധശിക്ഷ. പിന്നെ പ്രസിഡന്റ് അപ്പീൽ കൊടുത്തു, തള്ളി പോയി, അയാളെ തൂക്കിക്കൊന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ.